അരുണിമ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗറെ ഒരു പക്ഷേ പലർക്കും അറിയാതിരിക്കാം, ഒരു പക്ഷേ ചില ആളുകൾക്ക് അറിഞ്ഞില്ലെന്നും വരാം. അരുണിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അരുണിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാലക്കാട്ടുകാരിയാണ്. അവൾ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്രകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ അഡ്വഞ്ചർ ആയിക്കൊണ്ടാണ് ഈ അരുണിമ മിക്ക യാത്രകളും ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും പല ട്രക്കുകളിൽ നിന്ന് ട്രക്കുകളിലേക്ക് മാറിക്കൊണ്ടും അത്തരം ഹിച്ച് ചെയ്യും. പല റോഡുകളിലും വിജനമായ പ്രദേശത്ത് എത്തിപ്പെടുകയും അവിടുന്ന് കിട്ടുന്ന വാഹനത്തിന് മറ്റൊരിടത്തേക്ക് എത്തിപ്പെടും. ഇങ്ങനെയാണ് ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ഈ അരുണിമ ഇന്ത്യ മുഴുവൻ ഇത്തരത്തിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അരുണിമ എന്ന് പറയുന്ന ആ സ്ത്രീ, ആ ഒരു പെൺകുട്ടി ഈ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവൾ ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവൾ കാണിക്കുന്ന അഡ്വഞ്ചറുകൾ പലപ്പോഴും പലരെയും അത്ഭുതപ്പെടുത്താറുണ്ട്. അത്രയ്ക്ക് വ്യത്യസ്തമാണ് അവളുടെ യാത്രകൾ, അവളുടെ യാത്രാ അനുഭവങ്ങൾ. എന്നാലോ പലപ്പോഴും പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവൾക്ക്. പക്ഷേ അവൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള യാത്രകളിലാണ്. പക്ഷേ അവൾക്ക് ലോകയാത്രകളിലൊന്നും അവൾക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഉണ്ട് എന്നൊക്കെ അവൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയില്ല. പക്ഷേ ഈ അടുത്തിടായിട്ട് സാംബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലൂടെ അവൾ സഞ്ചരിക്കുകയായിരുന്നു. അതും ഒരു വിജനമായ പ്രദേശം, അതും ഒരു കാടിൻ്റെ അരികിലൂടെ. വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ അവൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ വിക്ടോറിയ വെള്ളച്ചാട്ടം ജീവിതത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സാംബിയ വഴി അങ്ങോട്ട് എത്തിപ്പെടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വിക്ടോറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിമാനയാത്ര പോലും സാധ്യമാവാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതായാലും അതിലെ കുറച്ച് പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്വാഗതം. ഞാൻ ലാസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ മോൺസെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു ട്രക്കിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോൺസെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ കാണുന്നത്. അതൊരു ചെറിയ ടൗൺ ആണ്. No, another vehicle. I came from Lusaka with this truck. So you are going with the same? No, the truck is going back. Okay, okay. Yeah. ഈ ആളുകളൊക്കെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്. അവർക്ക് ആർക്കും പോകാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുകയാണ്. ഞാനവിടെ കുറേ നേരമായി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ലിഫ്റ്റൊന്നും കിട്ടുന്നില്ല. അവരിങ്ങനെ ട്രക്സിനൊക്കെയാണ് കൂടുതൽ. അതായത് അവിടെയുള്ള ആഫ്രിക്കയിലുള്ള കുറേ ആളുകൾ ഇവളെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഇവളൊരു യാത്രയുടെ മറ്റൊരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവള് ഈ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഭക്ഷണമൊക്കെ ഏറ്റവും കുറഞ്ഞ ലൈറ്റായിട്ടുള്ള ഭക്ഷണവും അതേപോലെ വളരെ ലൈറ്റായിട്ടുള്ള പിന്നെ അക്കോമഡേഷനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും ടെൻ്റ് അടിച്ച് എവിടെയെങ്കിലും കൂടും. ഇന്ന് ലോകയാത്രകളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലക്ഷറിയുടെ പറുദീസകളിലാണ് പലരും യാത്ര ചെയ്യുന്നത്. അത്രയും വിലപിടിപ്പുള്ള വാഹനങ്ങളും അത്രയും വിലപിടിപ്പുള്ള ജീവിത നിലവാരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും യാത്രകൾ. പക്ഷേ അരുണിമ അങ്ങനെയൊന്നല്ല. അരുണിമ ഏറ്റവും ലഘുവായിട്ടുള്ള ജീവിതത്തിലൂടെ, ഏറ്റവും ചെലവ് ചുരുങ്ങിയ ജീവിതത്തിലൂടെ എങ്ങനെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റും എന്നുകൂടെയാണ് അരുണിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണിമയുടെ യാത്രകൾ മുഴുവനായിട്ടും പലപ്പോഴും വലിയ ലക്ഷറി ആയിട്ടുള്ള യാത്രകൾ ചെയ്യുന്നവരെ പോലും അമ്പരിപ്പിക്കാറുണ്ട്. അങ്ങനെ അരുണിമ സാംബിയയിലുള്ള ഒരു അങ്ങാടിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുവെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെയുള്ള ആളുകളോട് കൂടെ ജീവിക്കുകയും രാത്രി അവിടെ ആ വീട്ടിൽ താമസിക്കുകയും അവിടെ എന്താണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ ഭക്ഷണം എന്താണ് അവർ തരുന്നത്, ആ ഭക്ഷണം കഴിച്ച് അത് എക്സ്പ്ലോർ ചെയ്യുക. അത്തരത്തിലൊക്കെ വളരെ രസകരമായിട്ടാണ് യാത്രകൾ. കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. അത്രയും മനോഹരമാണ്.
അരുണിമയുടെ യാത്രകൾ. ഏതായാലും അരുണിമ ഒരു സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. പക്ഷേ അരുണിമ കാത്തു നിൽക്കുന്നത് ഈ സമയം ഒരു ട്രക്കിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട്, സൺസെറ്റ് ആയിട്ടുണ്ട്. അവിടെ കുറെ നേരം എന്നെ അവര് സഹായിച്ചു. പക്ഷെ വണ്ടിയൊന്നും നിർത്തുന്നില്ല. എല്ലാരും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഫ്രോഡാന്ന് വിചാരിച്ചിട്ട് അവര് അതുകൊണ്ടായിരിക്കും നിർത്താത്തത്. കുറെ നേരമായിട്ടും വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. 3:30 മുതൽ 5:30 വരെ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നടക്കുവാണ്. കുറച്ച് ദൂരം കൂടെ കുറെ ദൂരം നടന്നു. എനിക്ക് കൊണ്ട് 2-3 കിലോമീറ്റർ നടന്നു. അതിനുശേഷം ഇനി നടന്നുകൊണ്ടിരിക്കുവാണ്. തൊട്ടപ്പുറം ഒരു പലപ്പോഴും ചില സമയങ്ങളിൽ വാഹനമൊന്നും കിട്ടാത്ത സമയത്ത് അരുണിമ കിലോമീറ്ററുകളോളം നടന്ന് യാത്ര ചെയ്യാറുണ്ട്. അതാണ് അരുണിമയുടെ മറ്റൊരു പ്രത്യേകത. പലപ്പോഴും ചില ദൂരങ്ങൾ പലപ്പോഴും ഈ ആഫ്രിക്കൻ സീരീസ് യാത്രകൾ ചെയ്യുന്ന സമയത്ത് അരുണിമക്ക് പലപ്പോഴും അസുഖങ്ങളൊക്കെ ആയിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെടാറുണ്ട് അരുണിമയെ. പക്ഷേ അതൊന്നും വില വെക്കാതെ അരുണിമ വീണ്ടും ജീവിതത്തിലുള്ള അരുണിമ പല ഇന്റർവ്യൂസുകളും പോലും പറയാറുണ്ട്, നമ്മൾ ഈ ഒരു ജീവിതത്തിൽ യാത്രയെക്കുറിച്ചും യാത്രയുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ അരുണിമ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഹായ്, ഹൗ ആർ യു? I'm fine. How are you? Thank you so much for the lift. It was so much cold. You see, I was like, it was like shivering. അപ്പൊ ഒരു പാവം പുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു കാട് പോലത്തെ ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 സൈഡിലും ബുഷാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചപ്പോഴാണ് ആളെനിക്ക് ലിഫ്റ്റ് തന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ അരുണിമ ഓരോരോ ട്രക്കുകളിലൊക്കെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടാണ് പോവാറ്. പക്ഷേ ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും മോശമായിട്ട് എന്നെ ചെയ്തത്. കാരണം അരുണിമ അങ്ങനെ ഒരു ട്രക്കിൽ നിന്ന് മറ്റൊരു ട്രക്കിലേക്ക് മാറി കയറുന്നുണ്ട്. കാരണം ഓരോ ട്രക്കുകളും മാറി മാറിയിട്ടാണ് അരുണിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു പ്രദേശത്തെത്തി അരുണിമ ഫ്രഷ് ആയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഞാൻ ഇനി ഹിച്ച് ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ആ ഒരു വാട്ടർഫോളിലേക്ക്. അവിടെ പോയിട്ട് വേണം നോക്കാൻ. അങ്ങനെ അരുണിമ ഓരോ നിമിഷവും വളരെ രസകരമായിക്കൊണ്ടാണ്. കാരണം സാധാരണ യാത്രകൾക്ക് നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇൻസ്പിറേഷൻ തരില്ല. പക്ഷെ ഇവിടെ നമ്മളെ ഒരുപാട് ഏതൊരാളും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷേ സാധാരണ മറ്റുള്ളവരെ പലരുടെയും യാത്രകളൊക്കെ പണമുള്ളവരെ മാത്രം യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ അരുണിമയുടെ യാത്രകൾ പലപ്പോഴും നമ്മളെ ഒരുപാട് ഇൻസ്പയർ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ അരുണിമ യാത്ര ചെയ്ത സമയത്ത് അരുണിമക്ക് ഈ ഒരു നമ്മളിതിൻ്റെ താഴെ വന്ന ഏറ്റവും മോശം കമൻറ്റുകൾ, അങ്ങനെ ആ ട്രക്കിൽ അവൾ കയറി. അങ്ങനെ ആ ട്രക്കിൽ കയറിയ സമയത്ത് അവൾക്കുണ്ടായ ഏറ്റവും മോശം കമൻറ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ എന്താ പറയുക, പലപ്പോഴും നമ്മളെ മലയാളികൾ മാത്രമേ ഇത്തരത്തിലൊക്കെ ചെയ്യുള്ളൂ. കാരണം ഇത്രയും അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ഇത്രയും മോശം കമൻറ്റുകളൊക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ, പക്ഷേ ആ പെൺകുട്ടിയുടെ ഒരു ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല. ആ പെൺകുട്ടി എത്തിപ്പെടാൻ പോകുന്നത് അത് വിക്ടോറിയ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ അപൂർവമായിട്ട് ആളുകൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് വിക്ടോറിയ. നമ്മൾ ചിലപ്പോൾ ഇവിടെ ചാലക്കുടി വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളായിരിക്കും. നമ്മളിവിടെ എന്താ സാധാരണ ചെയ്യുക, നമ്മൾ ഏതെങ്കിലും 4 കോണിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെറുതെ നെക്കി കളിക്കും. ഈ പെൺകുട്ടി ലോകം കാണുകയാണ്. നമ്മളിവിടെ ഏതെങ്കിലും ഇത്തരത്തിൽ ഈ കമൻ്റ് അടിക്കുമ്പോൾ ഏതെങ്കിലും സാധാരണ പീഡിയ തിണ്ണയിൽ ഇരുന്നിട്ട് ചന്തി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളിരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഇത്തരത്തിൽ ഇത്തരം നന്നായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ചൊറിഞ്ഞ് മാന്തിക്കൊണ്ട് നമ്മളിരിക്കും. ഇതാണ് മലയാളിയുടെ സ്ഥിരം പരിപാടി. ആ ചൊറിയുന്നവൻ എന്നും അവിടെ ഇരുന്ന് ചൊറിയും. പക്ഷേ അരുണിമ ഇന്ന് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരുണിമ എത്തിപ്പെട്ടത് നമ്മൾ വാട്ടർഫോളിലായിരുന്നു. ആ വാട്ടർഫോളിൽ എത്തിപ്പെട്ട ആ ഒരു രംഗം നമ്മൾ കാണണം. കാരണം അവിടെയൊക്കെ ആയിരുന്നു ഇത്രയൊക്കെ അത്രയും വലിയൊരു വാട്ടർഫോളാണ്. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഈ വാട്ടർഫാൾ പറഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് കേട്ടോ. നമ്മളെ ഈ ചാലക്കുടി വാട്ടർഫാളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, വാതിരപ്പള്ളി ചാലക്കുടി വാട്ടർഫാൾ, അതിൻ്റെ ഒക്കെ ഒരു 4-5 ഇരട്ടി വലിപ്പം ഉണ്ടാവും. അതിൻ്റെ താഴേക്കൊക്കെ ഒരു കാലങ്ങ് വഴുതി വീണ ആളുടെ പൊടി പോലും കാണാൻ കഴിയൂല. ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അത്രക്കും റിസ്ക്കാണ്. എനിക്ക് പിന്നെ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു.
ഞാനിപ്പോൾ 2 കൈയൊക്കെ പിടിച്ചിട്ടിട്ട് ആളിപ്പുറം നിന്നിട്ട് പിടിക്കുന്നുണ്ട്, അപ്പുറമുണ്ട്. എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഇല്ല. ഒന്ന് പോയാൽ പോയി, എന്നെയും കൊണ്ട് പോവും ആൾ. പേടിച്ചിട്ട് ഞാൻ പകുതി ചത്തു. നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളോട് പലപ്പോഴും പല ആളുകളും പറയും അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കണം. ആണ് അരുണിമ. ഇത്തരം കമൻ്റ് അടിക്കുന്നവരെ ഈ മോശം കമൻറ്റുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരെ പണി അതല്ലേ. കാരണം അവർക്ക് ഇത്തരം ലോകം കണ്ട മനുഷ്യർ ഒരിക്കലും ഇത്രയൊക്കെ ലോകം കണ്ട മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. അതാണ് മലയാളികൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും മോശം സ്വഭാവം. അവരെ നരമ്പ് രോഗം അവർക്ക് എപ്പോഴും എല്ലാ മലയാളികളൊന്നുമില്ല. ചില ആളുകൾക്ക് ഇത്തരം ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ചില അസൂയകൾ ഉണ്ടാവും, മറ്റൊരാൾ ഉയരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത. പക്ഷേ അവിടെയൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ. പക്ഷേ ഇതേ സംബന്ധിച്ച് ഒരിക്കല് ഇത്രയൊക്കെ ഒരുപാട് ഈ കമൻ്റ് അടിച്ച ആളുകളെ യഥാർത്ഥത്തിൽ സ്വഭാവം വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. നമ്മൾ അരുണിമ. ആ ഇന്റർവ്യൂവില് അരുണിമയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്നുണ്ടായി. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത സത്യങ്ങളാണ് അവൾ പറഞ്ഞത്. എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ടെൻഷനൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. ഞാൻ ആലോചിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഹിച്ചായിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ലോറിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് കിടക്കുവാണെങ്കിൽ ഉറക്കം വന്ന് കിടക്കുവാണെങ്കിൽ ഞാൻ ബാഗൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് എനിക്കൊരു പേടി അവരെന്നെ നോട്ടം കൊണ്ടായാൽ പോലും ഡിസ്റ്റർബ് ചെയ്യുമെന്ന് അറിയാം. ആ ഒരു ടെൻഷൻ ഇവിടെ ഇല്ല. നമ്മളിപ്പോ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ പോലും അവര് അപ്പൊ അവർക്ക് അത് അവളുടെ ഫ്രീഡം അല്ലേ, അവൾക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ടായിരുന്നു. അപ്പൊ ഇത്രയും യാത്ര ചെയ്ത ഒരാള് അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക മോശപ്പെട്ട അനുഭവമോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള സ്പർശനമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ഒരുപാടുണ്ടാവും. അപ്പൊ നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സത്യാവസ്ഥകൾ അല്ലെ? അതെ, ഈവൻ കേരളത്തിൽ നിന്നും എനിക്ക് ഞാൻ 2 വട്ടം പെപ്പർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. സത്യത്തില് ഇന്ത്യയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നുമാണ് അവർക്ക് ഇത്തരത്തിലൊക്കെ മോശം അനുഭവം ഉണ്ടായത്. ഇത്രയും കാലമായിട്ട് ആഫ്രിക്കയിലൂടെ ഉടനീളം സഞ്ചരിച്ചിട്ടും അത്രയ്ക്കൊരു മോശം അവൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്നു ബത്തൂത്ത ഒരിക്കൽ പറയുകയുണ്ടായി, യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസം, യാത്ര ചെയ്യുന്നവന് കഥ പറയുന്നവനായിരിക്കും, യാത്ര ചെയ്യാത്തവനോ അവനൊരു മൂഢനുമായിരിക്കും. സത്യം പറഞ്ഞാലേ അത് വളരെ സത്യമാണ്. ഏതായാലും ഇതാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും നമ്മളെ ഈ ഒരു ക്യാരക്ടറൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കണം. ഒരുപാട് ആളുകൾ വിജയത്തിൽ എത്തിപ്പെടുമ്പോഴും നമ്മൾ പലപ്പോഴും പുറകോട്ട് പോകാറില്ലേ, നമ്മൾ പറയാറില്ലേ ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഇതാണ് കാരണം. നമ്മൾ പലപ്പോഴും നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല നമുക്ക് വേണ്ടിയിട്ട്, പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നമ്മളെ ജീവിതത്തിൽ എന്നും പരാജയം മാത്രമേ നമ്മൾ സമ്മാനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരണം.